നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പഴയ കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനങ്ങൾ സർക്കാരിനെ അറിയിക്കാനാണ് നീക്കം. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വിഭാഗം, ബ്രിഡ്ജസ് വിഭാഗം എന്നിവരിൽ നിന്നും ഓരോ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പാലം ഇനി സംരക്ഷിച്ചു നിർത്താൻ ഭീമമായ ചിലവ് വരുമെന്നും ഭാരതപ്പുഴയിൽ ഇനിയൊരു കുത്തൊഴുക്കുണ്ടായാൽ പാലത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഒലിച്ചുപോകാൻ സാധ്യതയേറെയുണ്ടെന്നും കഴിഞ്ഞ മാസങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം സർക്കാരിനെ അറിയിച്ചിരുന്നു. മുൻ വർഷങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം പാലത്തിൽ പരിശോധന നടത്തുകയും പാലത്തിന് ബലക്ഷയം സംഭവിച്ചതായും ഉടൻ പൊളിക്കണമെന്നും ആവശ്യപ്പെട്ട് 2023 സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പും ചില സംഘടനകളും സർക്കാരിനെ സമീപിച്ചതോടെയാണ് പഴയ കൊച്ചിൻ പാലം പൊളിക്കൽ അനിശ്ചിതത്വത്തിലായത്. പാലം പൊളിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി വരുന്ന ചിലവ് എത്ര ദിവസം കൊണ്ട് പൊളിച്ചു നീക്കാൻ കഴിയുമെന്നതുൾപ്പെടെ ചർച്ച ചെയ്യും. പഴയ കൊച്ചിൻ പാലം സംരക്ഷിക്കണമെന്നും ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നും പരിസ്ഥിതി സംരക്ഷക സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴയിൽ ഇനിയൊരു ശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ മറ്റു ഭാഗങ്ങൾ കൂടി ഒലിച്ചുപോകാൻ സാധ്യതയേറെയെന്നാണ് റിപ്പോർട്ട്. 15 സ്പാനുകളിലായി 300 മീറ്റർ നീളത്തിലുള്ള പാലത്തിൽ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള 6, 7, 8 സ്പാനുകളാണ് നേരത്തെ പൂർണ്ണമായും പുഴയിലേക്ക് കൂപ്പുകുത്തിയത്. മലബാറിന്റെ കവാടമെന്ന് പറയാവുന്ന കൊച്ചിൻ പാലം 2011 നവംബർ 1 തകർന്നു വീണത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.